അങ്ങനെ ഇന്ത്യയിലേക്ക് പോകാനുള്ള ഡേറ്റ് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഇതുവഴി ഒന്ന് നടക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പേസ് ഇങ്ങനെ ഗാർഡൻ പോലെ ഉണ്ടാക്കി അവിടെ ചുമ്മാ കുഞ്ഞു മക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഫെയറി ടെയിലിൻ്റെ ഓരോ ഇതൊക്കെ വെച്ച് ചെറിയ ഡോൾ ഹൗസൊക്കെ ഉണ്ടാക്കി അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അത് ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമായിട്ട് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു പേജുണ്ട്, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫെയറി ടെയിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ കാട്ടിലൂടെയൊക്കെ നടന്ന് ചെറിയ ചെറിയ ഡോൾ ഹൗസൊക്കെ വെച്ച്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം, നല്ല രസമാണ് കാണാൻ. എന്നാലും ഞങ്ങൾ ഇത് മോളുടെ സ്കൂളിലേക്കുള്ള വഴിയാണ്, ഞങ്ങൾ അതുവഴിയെ പോയത്. അപ്പോൾ വോളിൽ നോക്കിയപ്പോൾ ചുമ്മാ ഒരു ഫ്രെയിമല്ലേ, കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. അപ്പോൾ നാളെ നമ്മൾ ട്രാവൽ ചെയ്യല്ലേ, അപ്പോൾ കഴിച്ചിട്ട് ഇപ്പോൾ എന്തായാലും കുക്കിങ്ങും ഒന്നുമില്ല, എല്ലാം പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട് കീ തിരിച്ചു കൊടുക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തിരി നാൾ നമ്മൾ ഇതുവഴിയായിരുന്നു സ്ഥിരം നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലം, നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പോൾ അവിടെ കൂടെ ഒന്നും കൂടി നടന്ന് ഇനി എന്തെങ്കിലും ഇതുവഴി വരുമോ, നമ്മളിവിടെ വരുമോ ഒന്നും നമുക്കറിയില്ലല്ലോ, എന്തെങ്കിലും ഫ്യൂച്ചറിൽ വരാൻ പറ്റുമോ, അങ്ങനെ നമ്മൾ ഒരിക്കൽ കൂടി എല്ലാം ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു. നമ്മൾ കർട്ടൻ വരെ നമ്മൾ ചെന്നപ്പോൾ തറയ്ക്കായിരുന്നു. അപ്പോൾ അതെല്ലാം ഊരി അവരത് എങ്ങനെ തന്നോ അതേപോലെ തിരിച്ച് വീടെല്ലാം റെഡി ആക്കിയിട്ടിട്ട് നമ്മളിനി വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യാൻ ടൈമായിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് ഫ്ലൈറ്റ് എടുക്കാൻ ടൈമായി. നമ്മൾ കയറി, എനിക്കറിയില്ല, ഞാനിങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഒരുപാട് സന്തോഷവും എന്നാൽ കുറച്ച് സങ്കടവും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ തിരിച്ചു പോകല്ലേ. അവിടെ ചെന്നിട്ട് ഇനി ഒന്നേന്നെല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് ഇല്ലാതുള്ള ഓട്ടമായിരുന്നു. ഓൾറെഡി ഭയങ്കര ടയർഡായിരുന്നു. കൈയും ഒക്കെ അങ്ങ് ഒരുമാതിരി മരവിച്ച അവസ്ഥയിലായിരുന്നു. ഇനിയും ചെന്നിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി ഒന്നേന്ന് തുടങ്ങി വരണം. അപ്പം ഞാൻ വീണ്ടും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇട്ട് വരും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നതൊക്കെ ഇനിയും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് സ്റ്റാർട്ടായി വരാൻ ഇനിയും കുറച്ചൊന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുവരെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.